അങ്ങനെ ചാകരക്കൂട്ടം നമ്മുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച. കടലിൽ നമ്മളിതുപോലൊക്കെ ചാകര കണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ പുഴയിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളുടെ നീരാട്ട്. വളരെ അടുത്തേക്ക് എത്തിയിട്ടാ. അടിപൊളിയാ. ചില്ലറ പൈസ പോലെ. പുഴയിൽ മറ്റൊരു ആശാനും കൂടി ഉണ്ട്. ഇപ്പം എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കാം ഇത് എന്ത് മീനാണ് എന്നുള്ളത്. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പൊന്നാനി അഴിമുഖം അടുത്തുള്ളത് കൊണ്ട് തന്നെ അവിടുന്ന് കയറുന്ന മത്തിക്കുഞ്ഞുങ്ങളാകാനാണ് സാധ്യത. കാരണം ഇവിടെ പുഴയിൽ വല വീശുന്ന മീൻപിടുത്തക്കാർക്ക് ചില സമയങ്ങളിൽ കടലിലുള്ള അയില തുടങ്ങിയ മത്സ്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. ചിലപ്പോൾ അതുപോലെയൊക്കെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് അറിയില്ല. നമുക്ക് ഇവിടെ ഉള്ളൊരു മത്സ്യത്തൊഴിലാളിയാണ് അപ്പോൾ പോകുന്നത്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. ഒരു ചാകര പോലെ മത്തിയാണ് അല്ലേ? ഓക്കെ ഓക്കെ. അതെങ്ങനെ കടലിൽ നിന്ന് കയറുന്നതാണോ? കടലിൽ കയറണം അല്ലേ? ഓക്കെ ഓക്കെ. അതിലൊക്കെ കയറും. അത് അഴിമുഖം അടുത്തുള്ളതുകൊണ്ടായിരിക്കും അല്ലേ? അതെ അതെ. അതെ അല്ലേ? ആ കൂട്ടായിട്ടുണ്ടേ, ഒരുപാട് കൂട്ടായിട്ട് ഭയങ്കര രസമായി. അതിലുണ്ടാവും അല്ലേ? ഇതിവിടെ ആ വേനൽക്കാലായാലും നല്ല പുളിന്ന് കയറും. ഭയങ്കര കട്ടപ്പുളിയപ്പോ. പിന്നെ ഇങ്ങനെ മീനുകൾ കയറി കഴിഞ്ഞാൽ ഈ നീർനായകളൊക്കെ വന്നിട്ട് അങ്ങോട്ട് നോക്ക്, മീനിന്റെ കൂട്ടാണ് കാണുന്ന അവിടെ അല്ലേ? നീർനായ്ക്കൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കറുത്ത് കാണുന്നതൊക്കെ മീനിന്റെ കൂട്ടാ അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഇക്ക പറയുന്ന അനുസരിച്ചിട്ട് ആ ദൂരെ കാണുന്ന കറുപ്പായിട്ട് കാണുന്നത് മൊത്തം മീനിന്റെ കൂട്ടങ്ങളാണെന്നാ പറയുന്നത്. കൂട്ടമായിട്ട് വരും. കടലിൽ ഇങ്ങനൊന്നല്ല. ഞാൻ കള്ളി പോയിട്ടുണ്ട്. 10-40 കൊല്ലം വരെ കള്ളി പോയി. അതെ അല്ലേ? പിന്നെ പോയില്ല. ശരി.